അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന കാര്യം, നമ്മുടെ തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനോട് എനിക്ക് ചെറിയൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ ആ KSRTC ബസ്സിലെ ഡ്രൈവറോട് താങ്കളും താങ്കളുടെ കുടുംബവും കാണിച്ച ആ സംഭവത്തിൽ സത്യത്തിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കുറ്റബോധമുണ്ടോ, അതോ യാതൊരുവിധ കുറ്റബോധവുമില്ല, നിങ്ങൾ കാണിച്ചതാണ് ശരി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? നിങ്ങൾക്കതിൽ കുറ്റബോധം ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു മാന്യ വനിതയാണ്. നേരെ മറിച്ച് നിങ്ങൾ ചെയ്തതാണ് ശരി, ഞാൻ ആ ചെയ്ത കാര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ, നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്തതാണ് ശരി എന്നാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾ ഒരു പക്വമതിയായ ഒരു ഭരണാധികാരിയല്ല. നിങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ചില പോരായ്മകളും പ്രശ്നങ്ങളുമുണ്ട്. നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ അർഹതയുമില്ല. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ചർച്ചയാക്കുന്ന വിഷയം. അപ്പോൾ വിശദമായിട്ട് നമ്മൾ ഇതെന്താണെന്ന് പരിശോധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്നെങ്കിലും ഇന്ത്യയുടെ ഭരണഘടന എന്ന പുസ്തകം കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു പേജെങ്കിലും അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്? പ്രധാനമായ കണ്ടന്റ്, ഭരണഘടനാ പുസ്തകത്തിലെ പ്രധാന കണ്ടന്റ് എന്താണ്? അത് നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ പുസ്തകം കണ്ടിട്ടുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും അതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടില്ല എങ്കിൽ, വായിച്ചിട്ടില്ല എങ്കിൽ അതിലെ ഒരു പ്രധാന വാചകം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മൈ ലൈക്ക് പ്ലസ് യുവർ ലൈക്ക് ഈസ് ഈക്വൽ ടു ഡെമോക്രസി. ജനാധിപത്യം എന്നാൽ എൻ്റെ ഇഷ്ടം അധികം നിന്റെ ഇഷ്ടം സമം ജനാധിപത്യം എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് ഭരിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഭൂരിപക്ഷത്തിൻ്റെ അർത്ഥം. എന്നാൽ നിങ്ങൾക്ക് എതിരെ വോട്ട് ചെയ്ത അനേകം വ്യക്തികളുണ്ട്, അനേകം മനുഷ്യരുണ്ട്. അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾ പരിഗണിക്കാൻ ബാധ്യസ്ഥയാണ്. അതാണ് എൻ്റെ ഇഷ്ടം അധികം നിന്റെ ഇഷ്ടം സമം ജനാധിപത്യം. മൈ ലൈക്ക് പ്ലസ് യുവർ ലൈക്ക് ഈസ് ഈക്വൽ ടു ഡെമോക്രസി. ഇതാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ പുസ്തകം കണ്ടിട്ടില്ലെങ്കിൽ എത്രയും വേഗം അതൊന്ന് കാണാനും അതൊന്ന് വായിച്ച് നോക്കാനും നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഞാൻ ഭരണഘടനാ പുസ്തകം കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. KSRTC ബസ് നിയമവിരുദ്ധമായി നിങ്ങൾ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് കയറി സീബ്ര ലൈനിൽ കയറ്റി നിർത്തിക്കൊണ്ട് ബസ്സിനെ തടയിട്ടുകൊണ്ട് നിങ്ങൾ നിർത്തി പുറത്തിറങ്ങിയിട്ട് ഡ്രൈവറോടൊരു ചോദ്യമുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്കറിയുമോടാ? നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്ന മറ്റ് കുടുംബാംഗങ്ങളും ചോദിച്ച ചോദ്യമാണത്. ഞാൻ ആര്യയാണ്. അപ്പൊ ഡ്രൈവറുടെ മറുപടി, ആര്യയോ? എനിക്കറിയില്ല. ഞാൻ ആര്യ രാജേന്ദ്രനാണ്. അതും എനിക്കറിയില്ല. ഞാൻ ഈ പട്ടണത്തിന്റെ മേയറാണ്. നിനക്കറിയുമോടാ എന്നാണ് ചോദ്യം. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരി, നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, ഇവിടുത്തെ ജനം നിങ്ങളെ അറിയണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ വലിയവളും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വലിയവനും ആ പാവം പിടിച്ച KSRTC ഡ്രൈവർ ചെറിയവനുമാണ് എന്നാണ് നിങ്ങൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ പണ്ട് ഉയർന്നിരുന്നത് രാജഭരണകാലത്ത്, ചക്രവർത്തി ഭരണകാലത്ത് ഞാൻ ആരാണെന്നറിയുമോ എന്നുള്ള ചോദ്യം നിരന്തരം ഉന്നയിക്കുമായിരുന്നു. അന്ന് അവരാരാണെന്ന് പൊതുജനങ്ങൾ അറിയണമെന്ന് നിർബന്ധമാണ്. ചക്രവർത്തിയാണ്, രാജാവാണ്, ആരാധ്യനാണ് അന്നത്തെ നിയമമനുസരിച്ച്. ഇപ്പോഴും
ചില മണ്ടന്മാരായ രാഷ്ട്രീയ നേതാക്കൾ, പാർട്ടി നേതാക്കൾ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ ആരാധ്യനായ എന്ന് പറഞ്ഞിട്ടാണ് ആ നേതാവിൻ്റെ പേര് പറയുന്നത്. ആ പറയുന്ന നേതാക്കൾ പമ്പര വിഡ്ഢികളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആരാധ്യനായ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവർ അവനെ ആരാധിക്കാൻ അവന് അർഹതയുണ്ട് എന്നാണ്. അപ്പോൾ ഈ മണ്ടത്തരം എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിലും മേലിൽ ഉച്ചരിച്ചു പോകരുത്. ആരും ആരാധ്യനല്ല, ദൈവമാണ് ആരാധ്യൻ. അത് ചിന്തിക്കുക. നിങ്ങൾ ചോദിച്ചത് ഞാൻ ആരാണെന്നറിയുമോ? നിങ്ങളെ അറിയണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ യാതൊരു ന്യായവുമില്ല. കാരണം നിങ്ങൾ പബ്ലിക്കിന് മുകളിലല്ല. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിങ്ങൾ പബ്ലിക് സെർവൻ്റാണ്. പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ പൊതുജനങ്ങളുടെ ഒരു തൊഴിലാളി, ഒരു പണിക്കാരി, അത്രയേ ഉള്ളൂ. നിങ്ങൾ പൊതുജനങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ അവരുടെ താഴെയാണ്. അത് ഇന്ത്യയിൽ ഏത് ഉന്നത ഭരണ സ്ഥാനത്തിരിക്കുന്നവരും ജനങ്ങൾക്ക് താഴെയാണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രത്യേകിച്ച് ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അറിയപ്പെടുന്ന രാജ്യമാണ്. ഈ രാജ്യത്ത് നിങ്ങളെപ്പോലുള്ളവർ ഇത്തരത്തിലാണ് ഇന്ത്യയെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണോ? അതുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏറ്റവും ഉന്നതിയിലിരിക്കുന്നത് ജനങ്ങളാണ്, പബ്ലിക്കാണ്. ആ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന, ആ ജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഭരണഘടന അനുവദിച്ച് നൽകുന്ന ആനുകൂല്യങ്ങളും മറ്റ് സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിക്കാരാണ് നിങ്ങൾ, സെർവൻസ്. നിങ്ങളെപ്പോലുള്ളവരെ പറയുന്നത് പബ്ലിക് സെർവൻ്റ് എന്നാണ്, പൊതുജനങ്ങളുടെ വേലക്കാര്. അല്ലാതെ നിങ്ങൾ ഉന്നതിയിലിരിക്കുന്നവരൊന്നും അല്ല. ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഏതൊരു രാജ്യത്തും ഏറ്റവും ഉത്തമൻ, ഏറ്റവും ഉന്നതിയിലിരിക്കുന്നവൻ ആ രാജ്യത്തെ ജനങ്ങളാണ് എന്നുകൂടി ഓർക്കുക. ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അവസാന നാളുകൾ അടുക്കുമ്പോൾ ആ പാർട്ടിയുടെ പ്രധാന നേതാക്കൾക്കെല്ലാം ചില തോന്നാൻ പാടില്ലാത്ത വൃത്തികെട്ട തോന്നലുകൾ ഉണ്ടാകും. അത് അവരുടെ പ്രസ്ഥാനത്തിന്റെ അന്ത്യമടുക്കുന്നു എന്നാണ് അതിന്റെ സൂചന. ഈ കേരളത്തിൽ PSP എന്ന് പേരുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി. ഈ കേരളം ഭരിച്ചിരുന്ന പാർട്ടിയാണ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. PSP എന്നാൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ സ്മരണ പോലും ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്നുള്ളത് ഓർക്കുക. എന്തുകൊണ്ടാണ്? അഹങ്കാരികളായി, അഹങ്കാരം മൂത്തു. നിങ്ങളെപ്പോലെ അഹങ്കാരമൂത്ത് ജനങ്ങളോട് കളിച്ചു. ജനങ്ങൾ അവരെ കെട്ടിച്ച് പറഞ്ഞയച്ചു. സർ CP രാമസ്വാമി എന്ന് പേരുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി പ്രസംഗിച്ചു നിന്ന വേദിയിൽ കയറി ആ ഭരണാധികാരിയെ വെട്ടിയ പാർട്ടിയുടെ പ്രവർത്തകയാണ് നിങ്ങൾ എന്നുകൂടി ഓർക്കുക. ആ ഭരണാധികാരിയെ എന്തിനാണ് വെട്ടിയത്? നിങ്ങൾ ഇപ്പോൾ ജനങ്ങളോട് ചെയ്ത ആ പ്രവൃത്തി ഈ സർ CP രാമസ്വാമി ജനങ്ങളോട് ചെയ്യാൻ തുടങ്ങി. അതിൽ പ്രതിഷേധിച്ചായിരുന്നു നിങ്ങളുടെ മുൻകാല പാർട്ടി നേതാക്കൾ സർ CPയെ പ്രസംഗ പീഠത്തിൽ കയറി വെട്ടിയത്. മണി എന്ന് പേരുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു സർ CPയെ വെട്ടിയത്. അതും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങളെപ്പോലുള്ള പ്രവൃത്തികൾ സർ CP ചെയ്തപ്പോൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അയാളെ വധിക്കാൻ ശ്രമിച്ചു, വേദിയിൽ കയറി വെട്ടി. അത് അർഹിക്കുന്ന ആ സർ CP എന്ന ഭരണാധികാരി അത് അർഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ ഈ ചരിത്രമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര താളുകളുടെ ഇടയ്ക്കിടയ്ക്കെന്നെടുത്ത് മറിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. നീ എന്നെ അറിയുമോടാ ഞാൻ ആരാണെന്ന്? ഇത്തരം ചോദ്യങ്ങൾ രാജചക്രവർത്തി ഭരണകാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഭരണകാലത്ത് നടമാടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് മേലിലെങ്കിലും അത്തരം ചോദ്യങ്ങൾ ഉപേക്ഷിക്കുക. ഒരിക്കലും അർഹിക്കാത്ത അധികാരങ്ങൾ ലഭിക്കുമ്പോൾ ചിലരിൽ കാണുന്ന വിഭ്രാന്തികളാണ്, ചില മണ്ടന്മാരിൽ കാണുന്ന വിഭ്രാന്തികളാണ്
ആരെയും ഭർത്താവ് ഉദ്യോഗസ്ഥനായ നിങ്ങളുടെ ഭർത്താവും കൂടി തെരുവിൽ കാഴ്ചവെച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ലഭിച്ചപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ട് ഭരിച്ച് അർമാദിച്ചു കളയാം എന്നാണ് വിചാരിച്ചത്. എന്നാൽ ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തത് ജനങ്ങളെ ഭരിക്കാനല്ല. എല്ലാവരും ഭരണാധികാരി എന്ന് പുലമ്പുന്നത് കേൾക്കാറുണ്ട്. ജനങ്ങളെ ഭരിക്കാനല്ല ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നേരെ മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുക, ജനസേവനത്തിനാണ്, ജനങ്ങളെ സേവിക്കാനാണ്, ജനങ്ങളുടെ സേവകരാണ് നിങ്ങൾ. ജനങ്ങളുടെ ഭരണകർത്താക്കളല്ല. രാജചക്രവർത്തിമാർ ഭരണം നടത്തുന്ന നാട്ടിലാണ് നിങ്ങളെപ്പോലുള്ളവർ ഭരണകർത്താക്കളാകുന്നത്. നേരെ മറിച്ച് ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ പൊതുജനങ്ങളുടെ സേവകരാണ് നിങ്ങൾ. നിങ്ങളെ ജനം തെരഞ്ഞെടുത്തത് ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ അല്പസമയത്തേക്കെങ്കിലും മറന്നുപോയി. നിങ്ങൾ തെരുവിൽ കാട്ടിക്കൂട്ടിയെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? നിങ്ങൾ ചെയ്തത് 715 രൂപയ്ക്ക് വേണ്ടി 10-13 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ അന്നമാണ് നിങ്ങൾ മുട്ടിച്ചത്. നിങ്ങളെ ആര് വിട്ടാലും, ആര് നിങ്ങൾക്ക് മാപ്പ് തന്നാലും, ഈശ്വരൻ, അല്ലാഹു, ദൈവം ഇത് മുകളിലുണ്ട്, പ്രപഞ്ചത്തിൽ എവിടെയുമുണ്ട്. ഒരിക്കലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. അത് നിങ്ങൾ ഓർമ്മ വെക്കുക ഇനിയെങ്കിലും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.